ഒരു ക്ലീ എൻട്രൻസ് 2024 ഇന്നലെ കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ നിലവാരത്തിൽ താഴെയുള്ളതായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെയും അവരെ പരിശീലിപ്പിച്ചവരുടെയും എല്ലാം അഭിപ്രായം. കേവലം ഒരു സ്കൂൾ നിലവാരത്തിലേക്ക് താഴ്ന്നുപോയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വേണം അതിനെ വിലയിരുത്താൻ. മാസങ്ങളും ഓളം പഠിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് വന്ന വിദ്യാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം താഴ്ന്നു എന്ന പരാതിയുണ്ട്. പരിശീലിപ്പിച്ചവർക്കും അതേ പരാതിയുണ്ട്. അതിൻ്റെ കാരണം കുറെ കൂടി നല്ല രീതിയിൽ ചോദ്യങ്ങളാകാമായിരുന്നു. ഉദാഹരണമായി 12ാം ക്ലാസ് പരീക്ഷ എഴുതി വരുന്ന ഒരു കുട്ടിയോട് ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് ചോദിക്കുന്നത് അനുചിതമായൊരു കാര്യമാണ്. ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്സിൻ്റെ വിഭാഗത്തിലാണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള വളരെ കനപ്പെട്ടതല്ലാത്ത ചോദ്യങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ജനറൽ നോളജിലെ മിക്ക ചോദ്യങ്ങളും ഇതുപോലെ തന്നെ നിലവാര തകർച്ചയുള്ള ചോദ്യങ്ങളായിരുന്നു. സാധാരണഗതിയിലൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടി പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളല്ല ഇതിലുണ്ടായിരുന്നതെന്നുള്ളതാണ് വാസ്തവം. പരീക്ഷ തന്നെ വളരെ വൈകി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ ഭാവി ഇട്ട് കളിക്കുന്ന മറ്റൊരു കാര്യമായിട്ട് ഇത് മാറുകയാണ്. +2 വിദ്യാഭ്യാസത്തിന് ശേഷം നിയമം പഠിക്കാൻ വളരെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും അവരാഗ്രഹിക്കുന്ന ഒരു കോഴ്സിലേക്ക് കയറാൻ അല്ലെങ്കിൽ അതിലേക്ക് ചേരാൻ കഴിയാതെ വരുന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള നിലവാര തകർച്ചയുള്ള മത്സര പരീക്ഷകളാണ്. കേരള ലോ എൻട്രൻസ് നടക്കേണ്ടിയിരുന്നത് ജൂലൈ മാസത്തിലോ ഒക്കെ ആയിരുന്നു. കാരണം ഇതേ സമയത്ത് തന്നെ ഈ വർഷം 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ മിക്ക പല സ്ഥലങ്ങളിലായി മികച്ച നിയമകലാലയങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ, അതായത് കുസാറ്റിൽ ഉൾപ്പെടെയുള്ള നിയമപഠനം തുടങ്ങിക്കഴിഞ്ഞു. ആ സന്ദർഭത്തിലാണ് കേരള ലോ എൻട്രൻസ് പതിവ് പോലെ ഏറ്റവും വൈകി നടക്കുന്നതും അത് കഴിഞ്ഞ് ഇനി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നതും. അതിനിടയിൽ ഈ പരീക്ഷാ പേപ്പർ വളരെ എളുപ്പമായി എന്നുള്ള 120 ചോദ്യങ്ങളിലേക്ക് അവർ വളരെ താഴ്ത്തിയെടുത്ത പാറ്റേൺ മാറ്റി കൊണ്ടുവന്ന ഈ ചോദ്യ പേപ്പറിൽ 120 ചോദ്യങ്ങളും എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് വരികയും അത് വളരെ വൈകി വരാനുള്ള സാധ്യതയും അതിൻ്റെ ക്ലാസ് തുടങ്ങുന്ന എല്ലാ വർഷത്തെയും പോലെ നവംബറിലോ ഡിസംബറിലോ ആവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 6 മാസമെങ്കിലും അവർ കുസാറ്റിലെ വിദ്യാർത്ഥികളുടെ പുറകിലായി പോകുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് തുടരുന്ന പ്രക്രിയയാണ്. എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് അധികാരികൾ ആരും തന്നെ അത് എക്സാമിനേഷൻ കമ്മീഷണറായാലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രിയോ അല്ലെങ്കിൽ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരും തന്നെ വലിയ കാര്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത തലത്തിലേക്ക്, അതായത് LLB പഠനത്തിന് ശേഷം LLM പഠനത്തിന് പോകുന്ന സമയത്ത് ഈ വ്യത്യാസം 6 മാസത്തെ വ്യത്യാസം ചിലപ്പോൾ ഒരു വർഷം വരെയായി മാറുകയും അവർക്ക് മികച്ച സ്ഥലങ്ങളിൽ LLM പഠനം തുടരാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതൊക്കെ മാറി വരേണ്ടതാണ്. അടുത്ത തവണയെങ്കിലും ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് കുറച്ചുകൂടി പ്രാമുഖ്യം കൊടുത്ത് കുറച്ചുകൂടി വളരെയധികം ശ്രമിച്ച് ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി കാര്യമായി പരിശ്രമിച്ചു വരുന്ന വിദ്യാർത്ഥികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കടുത്ത അല്ലെങ്കിൽ വളരെ ടഫായി മാറണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ പരീക്ഷയോട് നീതി പുലർത്തുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികളും അവരെ പഠിപ്പിക്കുന്നവരും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇത്തവണ ഇല്ലാതായി പോയി. നിലവാര തകർച്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.